ഹലോ ഹായ്, ഒരുപാട് കാലമായി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. നമ്മുടെ പുതിയങ്ങാടി വെട്ടത്ത് യാഹൂന്തങ്ങൾ പാപ്പയുടെ ആനന്ദർച്ചയോടനുബന്ധിച്ചുള്ള കൊടി വരവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വീഡിയോസാണ് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുന്നത്. കാണാനും വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വർഷത്തെ പുതിയങ്ങാടി നേർച്ച 5, 6, 7 തീയതികളിൽ ഇന്നും നാളെയും മറ്റന്നാളെയായിട്ട് നടക്കുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. ഈ ആഘോഷം എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഘോഷം, തമ്മിലടിച്ച് പിരിയുന്നതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുന്നു, പല മതവിഭാഗങ്ങൾ ഒന്നിക്കുന്നു, പല സമുദായങ്ങൾ ഒന്നിക്കുന്നു, പ്രാദേശികമായിട്ട് ഒന്നിക്കുന്നു, ഭാഷാ വ്യത്യാസമില്ലാതെ തന്നെ ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഇതിന് പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 650ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് ഈ നേർച്ച കവർ ചെയ്യുന്നത്. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പെട്ടിവരവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസിനെ വിന്യസിക്കുന്നുണ്ട്. റോഡ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട ഈ ചമ്രവട്ടം തിരൂർ റോഡ് ഡൈവേർഷൻ നടത്തിയിട്ട് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 48ഓളം സ്ഥലങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൈവേർഷനായിട്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ തന്നെ പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതാണ്. ഈ വിവരം എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്നൊന്നുകൂടെ അറിയിക്കുകയാണ്. പരമാവധി ആളുകള് വാഹനങ്ങള് പാർക്കിംഗ് ഏരിയ എവിടെയാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യുക. റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യാതെ പെട്ടിവരവിനും അതുപോലെ തന്നെ നേർച്ചയുടെ മറ്റ് ആഘോഷ പരിപാടികൾക്കും വിഘ്നം വരാത്ത രീതിയിലായിരിക്കണം ഓരോ പ്രദേശവാസികളും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഈ ആഘോഷം പൂർത്തിയാക്കേണ്ടത്. അതിനുവേണ്ടി ഈ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഓരോ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പോലീസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഒരു 10-35 കൊല്ലം മുമ്പേ ഈ പരിപാടി ഉണ്ടായിരുന്നത് അതൊക്കെ എടുത്തു പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് കൊട്ടാരം വയ്യാതായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ രണ്ടാമത് ഈ കഥ തുടങ്ങിയതാണ്. ഈ കുറച്ച് കുട്ടികളെ കിട്ടിയപ്പോ രണ്ടാമത് തുടങ്ങിയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് യാഹൂന്തങ്ങൾ പാപ്പന്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ച് ഇപ്പൊ ഞങ്ങൾ കഞ്ഞിക്കാരെ വരവിന് പോവുകയാണ്. കുറെ കാലമായിട്ട് നിർത്തി വെച്ച ചാടിമുട്ട് ഇപ്പത്തെ പുതിയ തലമുറക്കൊന്നും അറിയില്ല. ഞങ്ങളുടെ പേരെന്തായിരുന്നു? മാധവ്. എവിടെ സ്ഥലം വരുന്നത്? ആലത്തൂര് പറ്റൂര്. മുമ്പ് കാലത്ത് ഇതുപോലെ പോയിരുന്ന സമയത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ടാകും അവിടെ. കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ മരിച്ചും പോയി. അപ്പൊ പിന്നെ പുതിയ തലമുറക്ക് താല്പര്യമുള്ള കുട്ടികളെ പിടിച്ച് അവരെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ചെയ്ത് ഏതായാലും മുന്നോട്ട് പോട്ടെ, നിർത്താതെ മുന്നോട്ട് പോട്ടെ. അതെ, അതാണ് നമുക്ക് വേണ്ടത്. ശരി. Fancy and supermarket, Arikansa.
ഔലിയായ ഹുന്നങ്ങളും പാപ്പയുടെ 172 വലിയ നേർച്ചയുടെ കൊടിയേറ്റ വരവിത ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് യാഹൂദങ്ങളും പാപ്പ? ആര് വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്ന പ്രിയതോൾ. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ പഴശ്ശിയെന്നോ ജൂതനെന്നോ ജൈനനെന്നോ വ്യത്യാസങ്ങളില്ലാതെ ആര് വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്ന പ്രിയതോൾ അബ്ദുൽ ഖാദിർ ഔലിയ യാഹൂദങ്ങളും പാപ്പ. അന്ധവ്യസനം കൊള്ളുന്ന മക്ബറയെ ലക്ഷ്യം വെച്ചുകൊണ്ടിതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ആംബുലൻസിന് കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. പോലീസ് മേധാവിയുടെ കൈകളിൽ നിന്നും നേർച്ച കമ്മിറ്റി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വരവ്